ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആക്രമണത്തിന്റെയോ യുദ്ധസമാന സാഹചര്യങ്ങളിലൂടെയോ ആണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളെ ഏത് രീതിയിലൂടെയും കൈയടക്കണമെന്ന നിലപാടുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ചൈനയാണ് ഇത്തരത്തിൽ ഏത് രീതിയിലും മറ്റു രാജ്യങ്ങളെ തകർക്കാനുള്ള വിധിയുമായി മുന്നിൽ നിൽക്കുന്നത്. ചൈന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷനായ ടിക്ടോക്കിലൂടെ വ്യക്തിവിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന പ്രവൃത്തി കുറച്ചുനാൾ മുൻപ് തന്നെ ചൈന തുടങ്ങിവെച്ചതാണ്. ഇപ്പോൾ ചൈനീസ് ജനപ്രിയ ഷോർട്ട് വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെതിരെ യൂറോപ്പിൽ വീണ്ടും ഗുരുതരമായ സ്വകാര്യതാ ലംഘന ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ്. ഉപഭോക്താക്കളുടെ ഡേറ്റ ചൈനയിലേക്ക് കൈമാറുന്നു എന്ന സംശയത്തിൽ യൂറോപ്യൻ യൂണിയന്റെ ഡേറ്റ പ്രൊട്ടക്ഷൻ അതോറിറ്റി ടിക്ടോക്കിനെതിരെ പുതിയ അന്വേഷണം ആരംഭിച്ചു. ഏത് സാഹചര്യത്തിലാണ് ആപ്പ് യൂറോപ്യൻ ഉപഭോക്തൃ ഡേറ്റ ചൈനയിലേക്ക് കൈമാറിയതെന്ന് അന്വേഷിക്കാനാണ് തീരുമാനം. ഈ അന്വേഷണം ടിക്ടോക്കിനെതിരെ ഇതിനകം നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചാരപ്രവൃത്തി ആരോപിച്ചുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയാണ്. ചൈനയിൽ നിന്നുള്ള റിമോട്ട് ആക്സസ് വഴി യൂറോപ്പിലെ ആപ്പ് ഉപഭോക്താക്കളുടെ ഡേറ്റ അപകടത്തിലാവുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. ഈ സംഭവത്തിൽ ഈ വർഷം ആദ്യം ടിക്ടോക്കിന് 530 മില്യൺ യൂറോ പിഴ ചുമത്തിയിരുന്നു. ചൈനയിൽ യൂറോപ്യൻ ഉപയോക്തൃ ഡേറ്റ സംഭരിക്കുന്നില്ലെന്നും അവിടുത്തെ ജീവനക്കാർക്ക് മാത്രമേ റിമോട്ടായി ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്നും ടിക്ടോക്ക് മുൻപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ചില ഡേറ്റകൾ ചൈനീസ് സെർവറുകളിൽ സംഭരിച്ചിട്ടുണ്ടെന്ന് കമ്പനി സമ്മതിച്ചു. ഇതിനെ തുടർന്ന് ടിക്ടോക്ക് പ്രവർത്തനങ്ങൾക്കെതിരെ അയർലൻഡ് ആസ്ഥാനമായുള്ള ഡേറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ അന്വേഷണം പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ജനറൽ ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ ടിക്ടോക്ക് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് ഈ അന്വേഷണം നടത്തുന്നതെന്ന് ഡേറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കി. പ്രത്യേകിച്ചും ഡേറ്റ കൈമാറ്റത്തിന്റെ നിയമസാധുതയും സുരക്ഷാ നടപടികളും സംബന്ധിച്ചാണ് ഈ അന്വേഷണം. അതേസമയം ദേശീയ സുരക്ഷാ കാര്യങ്ങളാൽ ഒരു രാജ്യത്ത് ചൈന ആസ്ഥാനമായുള്ള ടിക്ടോക്ക് ആപ്പ് നിരോധിക്കുന്നത് ഇതാദ്യമായില്ല. 5 വർഷം മുൻപ് 2020 ജൂണിൽ ഇന്ത്യ ഗവൺമെന്റ് 59 ആപ്ലിക്കേഷനുകൾ നിരോധിച്ചു. അവയിൽ ഭൂരിഭാഗവും ജനപ്രിയ ചൈനീസ് ആപ്ലിക്കേഷനുകളാണ്. ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഷെയറിറ്റ്, മീ വീഡിയോ കോൾ, ക്ലബ് ഫാക്ടറി, കാം സ്കാനർ എന്നിവയ്ക്കൊപ്പം ടിക്ടോക്കും അവയിലൊന്നായിരുന്നു. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിലുള്ള അതിർത്തിയിൽ തുടരുന്ന സംഘർഷങ്ങളുടെ ഫലമായാണ് നിരോധനമുണ്ടായത്. ഇ കൊമേഴ്സ് മുതൽ ഗെയിമിംഗ്, സോഷ്യൽ മീഡിയ, ബ്രൗസറുകൾ, ഇന്റർനെറ്റ് മെസ്സേജിംഗ്, ഫയൽ ഷെയറിംഗ് തുടങ്ങിയ വിവിധ ആപ്ലിക്കേഷനുകളെ ഇത് ഉൾക്കൊള്ളുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തിനും സമഗ്രതയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധത്തിനും സംസ്ഥാന സുരക്ഷയ്ക്കും പൊതുക്രമത്തിനും ഹാനികരമായ പ്രവർത്തനങ്ങളിൽ ഈ ആപ്പുകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള സെർവറുകളിലേക്ക് ഉപഭോക്താക്കളുടെ ഡേറ്റ അനധികൃതമായി മോഷ്ടിക്കുന്നതും രഹസ്യമായി കൈമാറുന്നതും ഉൾപ്പെടെ നിരവധി പരാതികൾ ലഭിച്ചതായി IT മന്ത്രാലയം അറിയിച്ചു. ദേശീയ സുരക്ഷയ്ക്കും ഇന്ത്യയുടെ പ്രതിരോധത്തിനുമെതിരായ ഘടകങ്ങൾ ടിക്ടോക്കിലൂടെയും മറ്റ് ചൈന ആസ്ഥാനമായുള്ള ആപ്ലിക്കേഷനുകളിലൂടെയും ഡേറ്റ മൈനിങ്ങും പ്രൊഫൈലിംഗും നടക്കുന്നുണ്ടെന്നും IT മന്ത്രാലയം ആരോപിച്ചു. തുടർന്ന് നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ ആപ്പിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. പ്രധാനമായും ചാരവൃത്തി ആശങ്കകൾ ചൂണ്ടിക്കാട്ടി. ചൈനയെ ലക്ഷ്യം വയ്ക്കുന്നതിൽ വാഷിംഗ്ടൺ വളരെ തുറന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ന്യൂഡൽഹി കൂടുതൽ നയപരമായ സമീപനമാണ് സ്വീകരിച്ചത്. ഡ്രാഗണിന്റെ പേര് പരാമർശിക്കാതെ ഉപയോക്തൃ ഡേറ്റ അനധികൃതമായി മോഷ്ടിക്കുകയും രഹസ്യമായി കൈമാറുകയും ചെയ്യുന്ന ആപ്പുകളെക്കുറിച്ച് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം 59 ആപ്പുകൾ നിരോധിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.